ഈ പോർക്കളത്തിൽ മുൻനിരയിൽ നിന്ന് പോർപ്പൊരുതുവാനെനിക്കാശയുണ്ടേ. ഈ പോർക്കളത്തിൽ മുൻനിരയിൽ നിന്ന് പോർപ്പൊരുതുവാനെനിക്കാശയുണ്ടേ. ലക്ഷ്യമതാണെൻ്റെ, ആശയതാണെൻ്റെ, ഇച്ഛയതാണെൻ്റെ യേശുനാഥ. ലക്ഷ്യമതാണെൻ്റെ, ആശയതാണെൻ്റെ, ഇച്ഛയതാണെൻ്റെ യേശുനാഥ. ഈ പോർക്കളത്തിൽ മുൻനിരയിൽ നിന്ന് പോർപ്പൊരുതുവാനെനിക്കാശയുണ്ടേ. ഈ പോർക്കളത്തിൽ മുൻനിരയിൽ നിന്ന് പോർപ്പൊരുതുവാനെനിക്കാശയുണ്ടേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം സങ്കീർത്തനങ്ങൾ 140-7 വാക്യമാണ്. എൻ്റെ രക്ഷയുടെ ബലമായി കർത്താവായ യഹോവേ, യുദ്ധ ദിവസത്തിൽ നീ എൻ്റെ തലയിൽ ശിരസ്ത്രമിടുന്നു. ആമേൻ. എൻ്റെ രക്ഷയുടെ ബലമായി കർത്താവായ യഹോവേ, എൻ്റെ രക്ഷ, എൻ്റെ ബലം, അതാണ് എൻ്റെ ദൈവം. എനിക്ക് എൻ്റെ രക്ഷ, എൻ്റെ ബലം. ദൈവം നമ്മുടെ രക്ഷയും ദൈവം നമ്മുടെ ബലവുമാണ്. അടുത്ത സെന്റൻസ് ആണ് ദൈവം നിങ്ങൾക്ക് തരുന്നത്. യുദ്ധ ദിവസത്തിൽ നീ എൻ്റെ തലയിൽ ശിരസ്ത്രം ഇടുന്നു. ചില യുദ്ധങ്ങളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷെ ഈ യുദ്ധത്തിൻ്റെ ജയത്തെ കർത്താവ് പറയുക, പിശാച് ഒത്തിരി ആയുധങ്ങൾ നിന്നെ തകർക്കാൻ എയ്യുന്നുണ്ട്. പക്ഷെ ദൈവവചനം പറയുന്നു, നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. തകർത്ത് കളയാൻ പല വിധത്തിൽ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുള്ളപ്പോൾ, നിന്റെ നാശം കാണാൻ കൊതിക്കുന്ന ഒത്തിരി ശ്രമങ്ങൾ നടക്കുമ്പോൾ, ദൈവം പറയുകയാണ്, അതൊന്നും നിന്നെ ബാധിക്കത്തില്ല. കാരണം ഞാൻ നിന്റെ തലയിൽ ശിരസ്ത്രം ഇട്ടിരിക്കുകയാണ്. ഭയങ്കര പ്രൊട്ടക്ഷൻ ദൈവം നിങ്ങളുടെ ലൈഫിൽ തരാൻ പോവുക. ഒത്തിരി വെല്ലുവിളികളിലൂടെയല്ലേ കടന്നു പോകുന്നേ. പക്ഷേ നിങ്ങൾ ഒരു പ്രതിസന്ധിയിലും തകർന്നു പോകാതെ സകലത്തും ജയിച്ച് പുറത്തു വരാൻ പോവുകയാണ്. കാരണം ദൈവം നിങ്ങളുടെ തലയിൽ ശിരസ്ത്രമിടുന്നു. ശത്രു ഇടുന്ന ഒരായുധവും നിങ്ങളുടെ അകത്ത് കയറത്തില്ല, നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല. അത് വഴിയിൽ വെച്ച് തന്നെ ക്യാൻസലാകാൻ പോവുകയാണ്. അതിൻ്റെ ബലം കെടാൻ പോവുകയാണ്. ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ മന്ത്രവാദത്താലും അഭിചാരത്താലും ദുരാത്മാക്കളെ കൂട്ടുപിടിച്ച് നിന്റെ ഉയർച്ചകളെ, നിന്റെ കുടുംബത്തെ, നിന്റെ നന്മകളെ തകർക്കാൻ വാദിക്കുന്ന പലതിൻ്റെയും തന്ത്രങ്ങളെ ദൈവം തകർത്ത് കളയുന്നു. പലയിടത്തും വിജയിച്ചിട്ടുള്ള ആയുധങ്ങൾ നിന്റെ മേൽ തോൽക്കും. കാരണം നിന്റെ തലമേൽ ദൈവം ശിരസ്ത്രമിട്ടിരിക്കുക. ഒരു ഭയങ്കര പ്രൊട്ടക്ഷൻ ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തരുന്നു. നിങ്ങളുടെ ബിസിനസ്സിന് തരുന്നു. നിങ്ങളുടെ പ്രൊഫഷൻ സുരക്ഷിതമായിരിക്കും. ഒന്നും നിങ്ങളുടെ അകത്തോട്ട് കയറത്തില്ല. ഇന്നലകളിൽ യോബിന് വേലി കെട്ടി സൂക്ഷിച്ചത് ദൈവം നിങ്ങൾക്കും നിങ്ങൾക്കുള്ളതിനും നിങ്ങളുടെ മക്കൾക്കും ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുകയാണ്. വിശ്വസിച്ചു കൊള്ളുക. യുദ്ധ ദിവസമായിരിക്കാം, യുദ്ധം കഴിഞ്ഞാലുണ്ടല്ലോ ആ പ്രദേശം പിടിച്ചടക്കും.
നിങ്ങൾ ഈ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ അപ്പുറം നിങ്ങളുടെ അതിരുകൾ വിശാലമാകും. നിങ്ങളുടെ നന്മകൾക്ക് വർധനവുണ്ടാവും. ഒരു യുദ്ധം കഴിയുമ്പോൾ ജയിക്കുന്നവർക്ക് അതിരുകൾ വിശാലമാകുന്നു, കൊള്ള മുതലുകൾ കിട്ടുന്നു, അവരുടെ രാജ്യം പ്രസിദ്ധമാകുന്നു. അതുപോലെ 3 ഇടങ്ങളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു അതിരുകളെ വിശാലമാക്കി, മുതലുകളെ വർദ്ധിപ്പിച്ച്, പേരുകളെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവകരം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ യുദ്ധത്തിൽ നിങ്ങളുടെ ജയത്തെ ദൈവം ഉറപ്പിച്ചിരിക്കുന്നു. കാരണം നിങ്ങൾ യുദ്ധം ചെയ്ത് ജയിക്കുന്നവരല്ല, ജയിച്ചതുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ജയം നിർണയിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ജയിച്ചവരാണ്. ഇന്ന് ഈ തിരുവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള എല്ലാ ദുഷ്ടമണ്ഡലങ്ങളും തീയമ്പുകളെ കെടുത്തുകയാണ്. കർത്താവ് നിങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുന്നു. യെസ്, നിങ്ങൾ ഈ ദൂതിന് ശേഷം, ഈ വചനത്തിന് ശേഷം പല യുദ്ധങ്ങളും നിൽക്കുന്ന ഒരനുഭവം ഉണ്ടായിരിക്കും. കാരണം പിശാച് പറയും, അവനെ തൊട്ടിട്ട് കാര്യമില്ല, അവന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് സൈന്യങ്ങളുടെ യഹോവയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യെസ്, നിങ്ങളായിരിക്കുന്നിടത്തൊരു വലിയ മുന്നേറ്റമുണ്ട്, ഒരു ഉയർച്ചയുണ്ട്, ഒരു അഭിവൃദ്ധിയുണ്ട്. ധൈര്യപ്പെടുക. കർത്താവ് നിങ്ങളെ തൊടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനെ ഞങ്ങൾക്ക് നൽകിയ നല്ല ധൈര്യത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് നൽകിയ വചനം ഞങ്ങൾക്ക് ധൈര്യപ്പെടുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുപ്പയുടെ യുദ്ധത്തെ അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന പിതാവെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ജയം സംഭവിക്കട്ടെ. ജയകരമായ ജീവിതത്തിലേക്ക് അവരെ ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന വ്യക്തി അനുഗ്രഹിക്കുന്നു, തലമുറകളെ അനുഗ്രഹിക്കുന്നു. വിജയകരമായ ജീവിതം അവർക്ക് നൽകി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അവർ ജയത്തോടെ നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ ജയം നിങ്ങളുടെ കൂടെ ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആ രോഗത്തിൽ നിന്ന് സൗഖ്യമാകുക. യേശുവിൻ്റെ നാമത്തിൽ ആ കടത്തിൽ നിന്ന് സൗഖ്യമാകുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിന്ന് കടന്നു പോകുന്ന മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് പുറത്തു വരിക. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇന്നിവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കണമേ. ഇവരുടെ നന്മ അനുഗ്രഹിക്കണമേ, ഇവരുടെ ജോലി അനുഗ്രഹിക്കണമേ, ഇവരുടെ ബിസിനസ് അനുഗ്രഹിക്കണമേ, ഇവരെ ദൈവം ഏൽപ്പിച്ച മിനിസ്ട്രി അനുഗ്രഹിക്കണമേ. ഇവർ ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. അനുഗ്രഹവിഷയമാക്കി മാറ്റുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ആയിരിക്കുക. കർത്താവിൻ്റെ കരവും കർത്താവിൻ്റെ മഹത്വം കൂടെയുണ്ട്. ജയത്തോടെ പോവുക. ഗോഡ് ബ്ലെസ് യു.